അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഏകപക്ഷീയമായ ആക്രമണത്തിൽ തുടങ്ങി പശ്ചിമേഷ്യയിലാകെ ആശങ്കയും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിലും മനസ്സുകളിലേക്കും തീ കോരിയിട്ടുകൊണ്ട് പശ്ചിമേഷ്യ വീണ്ടും യുദ്ധക്കളമാവുകയാണ്. ഇറാനെ ശനിയാഴ്ച പുലർച്ചെയാണ് ഇസ്രയേൽ കൃത്യമായ ആസൂത്രണത്തോടെ ആക്രമിച്ചത്. 3 സ്ഥലങ്ങളിലേക്കാണ് ആക്രമണം നടത്തിയത്. ആക്രമണം നടത്തിയ ശേഷം അമേരിക്കൻ പ്രസിഡൻറ്റ് വലിയ നിലയിൽ ഇത് വലിയ നേട്ടമായിട്ടൊക്കെ പ്രസ്താവനകൾ ഇറക്കി. സാധാരണ ദിവസങ്ങൾ കൊണ്ടാണ് ഇറാൻ തിരിച്ചടിക്കുന്നതെങ്കിൽ ഇത് മണിക്കൂറുകൾ കൊണ്ട് ഇസ്രയേലിനെ തിരിച്ചടിച്ചു. ഇസ്രയേലിലേക്ക് മാത്രമല്ല, അമേരിക്കയുടെ ബേസുകളുള്ള ബാക്കി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കെല്ലാം അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇറാൻ്റെ ആക്രമണം. ഈ ഇറാൻ്റെ ആക്രമണം റിയാദിലും UAEയിൽ അബുദാബിയിലും അതുപോലെ തന്നെ ബഹ്റൈനിലും കുവൈറ്റിലും അടക്കം US ബേസുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും ഇറാൻ ആക്രമണം നടത്തി. ഇറാനിലെ ഈ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഈ ആക്രമണം നടത്തുന്നത് യാദൃച്ഛികമല്ലെന്നും ഇതൊരു ആസൂത്രിതമായ നീക്കത്തിൻ്റെ ഭാഗമാണെന്നും അറിയാവുന്നതുകൊണ്ട് തന്നെ അതേ കരുതലോടെ തന്നെയാണ് അവരും തിരിച്ചടിച്ചത്. ഈ US ബേസുകളിലെ ആക്രമണം കൊണ്ട് നൽകുന്ന സൂചന മിഡിൽ ഈസ്റ്റിലെ താവളങ്ങൾ സുരക്ഷിതമാക്കി വെച്ചുകൊണ്ട് തങ്ങളെ ആക്രമിച്ചില്ലാതാക്കാമെന്ന് അമേരിക്ക വിചാരിക്കേണ്ടെന്നും ഏത് നാണയത്തിലും തിരിച്ചടിക്കും എന്ന സന്ദേശവുമാണ് നൽകുന്നത്. ഈ ട്രംപ് എന്ന യുദ്ധക്കുതിയനും അതോടൊപ്പം തന്നെ അധികാരമുറപ്പിക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന നെതന്യാഹുവും ചേർന്ന് ഒരുമിച്ച് ഇത്തരം ഒരു പോരാട്ടം നടത്തുമ്പോൾ അത് ആ രാജ്യത്തെ ജനങ്ങളുടെ മാത്രമല്ല, മിഡിൽ ഈസ്റ്റിലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുടെ ജീവിതത്തെയാണ് ഇത് ബാധിക്കുന്നത്. ഇപ്പോൾ തന്നെ UAE അതിൻ്റെ വ്യോമപാത എല്ലാം അടച്ചു. ഏതാണ്ട് സൗദി അറേബ്യയിലേക്കും കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കും ഖത്തറിലേക്കും UAEയിലേക്കും അടക്കമുള്ള എല്ലാ വിമാന സർവീസുകളും റദ്ദാക്കുന്ന സ്ഥിതിയിലേക്കെത്തി. ഒമാനെ മാത്രമാണ് തൽക്കാലം ആക്രമണത്തിൽ നിന്ന് ഇറാൻ ഒഴിവാക്കിയിട്ടുള്ളത്. അത് തങ്ങളുമായുള്ള മധ്യസ്ഥ ചർച്ചയ്ക്ക് ഒമാനാണ് മുൻകൈയെടുത്തതെന്നും ആ മധ്യസ്ഥ ചർച്ചയുടെ ഇടയിലാണ് ഈ ആക്രമണം നടന്നത് എന്നുള്ളതുകൊണ്ട് ഒമാനെ മാത്രമാണ് താൽക്കാലികമായിട്ട് അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. ഏതായാലും ഏകപക്ഷീയമായിട്ടായിരുന്നു ആക്രമണം. മുൻപത്തെ പോലെയല്ല, യാദൃശ്ചികമല്ല. ഇത് വളരെ ആസൂത്രിതമായി പ്ലാൻഡായി മാസങ്ങളായി പടക്കപ്പലുകൾ അടക്കം കൊണ്ടുവന്ന് നിർത്തി ഒരു ചർച്ചയുടെ പ്രതീതിയൊക്കെ സൃഷ്ടിക്കുന്നത് പോലെ തോന്നിയെങ്കിലും ഒരിക്കലും ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു യോജിപ്പിലെത്തരുതെന്നും ഒരു ധാരണയിലെത്തരുതെന്നും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർബന്ധമുണ്ട്. അതുകൊണ്ട് ധാരണ എത്താൻ ആകുന്ന ഘട്ടത്തിലെല്ലാം ഇസ്രയേൽ ഇടപെടുകയും ഇതുപോലെ തന്നെ യുദ്ധത്തിൻ്റെ സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും എന്നതാണ് അതിൻ്റെ ഒരു സ്ഥിതിവിശേഷം. ഇതിനെല്ലാം കാരണം ഇത്തരം യാതൊരു ചിന്തയും താല്പര്യവും അതുപോലെ തന്നെ ഒരു നീതിയുമില്ലാത്ത ട്രംപിനെ പോലെ ഒരു ഭരണാധികാരി കൂടി അധികാരത്തിലേക്ക് എത്തിയപ്പോഴാണ് ഇത് ഇത്തരത്തിലൊരു യുദ്ധമായി പരിണമിക്കുന്നത്. വേഗം അവസാനിച്ചില്ലെങ്കിൽ ഈ യുദ്ധം കേവലം മിഡിൽ ഈസ്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, ആഗോളതലത്തിൽ തന്നെ ഈ യുദ്ധത്തിന് വലിയ പ്രാധാന്യവും അത് രൂക്ഷമായ സാമ്പത്തിക തകർച്ചയ്ക്കടക്കം പല ഗൗരവമായ കാര്യങ്ങളിലേക്കും വഴിതെളിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.